അപ്പോൾ ഇന്നൊരു തലശ്ശേരി കല്യാണം കൂടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ. ആകെ മൊത്തം ടോട്ടൽ ഞങ്ങളൊരു 30 പേരെങ്കിലും ഉണ്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ സെൻറ്ററിൽ ഉണ്ടായിരുന്ന വഹാബ് എന്ന് പറഞ്ഞ കുട്ടിയുടെ കല്യാണമാണ്. ആളുടെ വീട് തലശ്ശേരിയാണ്. ആളിപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി വെൽ സെറ്റിൽഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ക്ഷണിച്ചിട്ടില്ലെങ്കിലും കല്യാണത്തിന് അടിച്ചു വാരി കൂട്ടി പോകാന്നുള്ളത് ഞങ്ങളുടെ ഒരു പോളിസിയാണ്. ഒരൊറ്റ ആളെ വിളിച്ചാൽ മതി, ബാക്കി എല്ലാവരും ഞങ്ങളൊരു കുടുംബം പോലെ പോകും. അതാണ് ഞങ്ങളുടെ പോളിസി. അപ്പോൾ ഈ കാണുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്രയും ആൾക്കാർ കയറിയത് ഫറൂഖ് സ്റ്റേഷനിൽ നിന്നാണ്. ബാക്കിയുള്ള ആളുകൾ പരപ്പനങ്ങാടി, വള്ളിക്കുന്ന്, കോഴിക്കോട് അങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്റ്റേഷനിൽ നിന്നൊക്കെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇത്രയും ആൾക്കാരുള്ളത് സുമിത്ര, രമേച്ചി, അഫ്നയുടെ ഉമ്മ, പിന്നെ അഫ്നയുടെ മോളും, പിന്നെ എൻ്റെ കണ്ണനും. അപ്പോൾ ഈ എൻ്റെ കൂടെ ഉള്ളത് അഫ്നയുടെ മോളാണ് ടൈമി. ആള് പൊളി വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അഫ്നേക്കാളും ഒരു പടി മുന്നിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞങ്ങൾ ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ആ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു നമുക്ക് പോകാനുള്ള. അപ്പോൾ ബാക്കിൽ നിന്ന് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ കൈകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എവിടെ കയറണം എന്നുള്ളത്. കാരണം എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് പോകലാണല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കൂടെ ഉള്ളത് ആ ചേച്ചിയാണ്. ചേച്ചി പരപ്പനങ്ങാടി നിന്നാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കയറി. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതാണ് രമേച്ചി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രമേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഫറൂഖിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ജിത്തു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കണ്ടൊരു സന്തോഷത്തിലാണ്. പിന്നെ എല്ലാവരും സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളിയാക്കി പോവാലോ. അപ്പോൾ പോകുമ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജനറലിൽ ആയിരുന്നു കയറിയത്, പക്ഷെ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ടീമിനെ കണ്ടോ, ഇതിൽ കുറച്ച് ടീം ലുഡോ കളിക്കുകയാണ്. ഇവർ എവിടെ ചെന്നാലും ഇതാണ് പരിപാടി തോന്നുന്നുണ്ട്. അപ്പോൾ അനു, പിന്നെ ജിതേഷ്, അർജുൻ മച്ചിങ്ങൽ, പിന്നെ സുദീപ്, അങ്ങനെയുള്ള ഈ ഒരു ടീമാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ അർജുൻ മച്ചിങ്ങൽ പറയണം എൻ്റെ കല്യാണം ശരിയാവില്ല, ഈ ഇന്ന് വീഡിയോ വ്ളോഗിലൊന്നും പെടുത്തല്ലേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർ വീഡിയോ എടുത്ത് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത ഗ്യാങ്ങാണ് നമ്മൾ അർജുൻ MP, വിനീഷേട്ടൻ, പിന്നെ ആരാ വിഷ്ണു, അനസ്, ദീപക്, എന്താ പറയുക, നമ്മുടെ അർജുൻ എപ്പോഴും പറയും നമ്മുടെ ജെംസാണ് അനസും ദീപക്കും എന്നുള്ളത്. അപ്പോൾ അതാ എമി തുടങ്ങി. എമീൻ്റെ ഒരു പവറായിട്ടുള്ളൊരു യോ പറച്ചിലുണ്ട് കേട്ടോ. അടിപൊളിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കാണാനല്ല, കേൾക്കാൻ. അപ്പോൾ ഇത് വേറെ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരുണ്ടല്ലോ, 30 ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക, പബ്ലിസിറ്റിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇതാ ഒരുത്തൻ കണ്ടോ, അവന് ഫ്രെയിമിൽ കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു കേട്ടോ. അവൻ കുടുങ്ങില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവൻ്റെ ഫേസ് ഒന്ന് പെടുത്തണം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ. ഇത് നമ്മുടെ രോഹിത്താണ്. അവരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൂടെ നിന്ന് തന്നിട്ടുണ്ട്. പിന്നെ കല്യാണമല്ലേ, എല്ലാവരും പെട്ടാലും ആർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ആ മച്ചിങ്ങലിൻ്റെ മുഖം ഒന്ന് കാണണം. കണ്ടോ, അവനൊരു പുക്ഞ്ഞ ഭാവമാണ് കേട്ടോ എപ്പോഴും. കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, അഫിയുടെ മോള് നല്ല അർജുനായിട്ട്, അഫിയുടെ മോള് എല്ലാവരുമായിട്ട് പെട്ടെന്ന് സെറ്റായി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പരിചയക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സുമിത്രയുടെ മോളാണിത്. ആൾക്കാണ് പിന്നെ എല്ലാവരോടും സംസാരിക്കാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ചിരി ഉണ്ടല്ലോ, എന്തൊരു രസമല്ലേ, അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ ജിത്തു ഉണ്ടായിരുന്നു. മൻസൂറാണ് കൂടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ അനു എന്ന് പറയുന്നത്. അവൾ പറഞ്ഞു അശ്വിനേശി ഒരു വീഡിയോ ഒക്കെ എടുക്ക്, എനിക്ക് റീലൊക്കെ ഇടാനാണ്, സ്ലോ മോഷനിലൊക്കെ കൊടുക്കാമെന്ന് ഞാനും പറഞ്ഞു കേട്ടോ. പാട്ടൊക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോസിങ് ആണ് കേട്ടോ. ഇതുവരെ എനിക്ക് പാട്ട് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തൽക്കാലം ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഇതിൽ ചെറിയൊരു സ്ലോ മോഷനിലൊക്കെ കൊടുത്തതാണ് വീഡിയോ. അവൾ കാര്യമായിട്ട് പോസ് ചെയ്ത് തരുന്നൊക്കെ ഉണ്ട്. അർജുൻ മച്ചിങ്ങൽ എന്തെല്ലോ ട്രോളൊക്കെ പറയുന്നുണ്ട്, അവളെ ചടപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊന്നും കാര്യമാക്കില്ല വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മളെ ലക്ഷ്യം എന്താ, യാത്ര അടിപൊളിയാക്കണം, കുറച്ച് മെമ്മറീസ് നമുക്ക് അവിടെ വേണം എന്നുള്ളതാണല്ലോ അല്ലേ. അപ്പോൾ ഇത് എല്ലാവർക്കും വീഡിയോ എടുത്തു കൊടുക്കുന്ന ആൾ ഞാനാണ്. ഇതാണ് നമ്മുടെ സുമിത്ര. സുമി എന്താ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ആകെ മൊത്തം ടോട്ടലൊന്ന് മാറിയിട്ടോ. ആള് മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റായിട്ട് വന്നു. ഇത് പിന്നെ നിങ്ങളുടെയൊക്കെ സ്വന്തം ഞാനാണ് കേട്ടോ. ഞാനും പിന്നെ പോസിങ്ങിൽ അത്ര വലിയ എന്താ പറയുക കുറവൊന്നല്ല. നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ പരിപാടിയുള്ളൂ. രസം, ഇതൊക്കെ ഒരു സന്തോഷം, അത്ര തന്നെ. പിന്നെന്താ, അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പോവുകയാണ്. രസമാണ്. ഇനി നമുക്ക് ട്രെയിനിൽ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ചായയൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ച് ഇരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ അത് കണ്ണനാണ്. കണ്ണൻ്റെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ ഇടയ്ക്ക് ഇവനൊരു ജാട കാണിക്കുന്ന സ്വഭാവം കേട്ടോ. വീഡിയോയിൽ കുടുങ്ങാൻ പറ്റില്ല, അമ്മയ്ക്ക് എപ്പോഴും ഇതാ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് തളർത്തുട്ടോ. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. ഇതാണ് നമ്മുടെ അജോയും അനന്തും ഒക്കെ പറയണത്. എല്ലാവരും
എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു ഫ്രീ ദിവസം കിട്ടിയതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ എന്നെ പറഞ്ഞ ട്രോളാണ്. ആ അഫി എന്താണ് അഫ്ന ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അഫി അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി അമ്മയുടെ അടുത്തേക്ക്. ഇവനെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രെയിമിൽ ഞാൻ അവൻ പെടരുതെന്ന് വിചാരിച്ച് നിൽക്കും. അത് തിരിഞ്ഞു നിൽക്കണം എന്തിനാണെന്നറിയോ, ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പക്ഷെ ഞാനല്ല ആൾ വിടുവോ? ഇപ്പം അവൻ തിരിഞ്ഞു നോക്കും. ആളെ പേരാണ് അൻഷിദ്. അപ്പോൾ അതാ ഇവർ രണ്ടാളും കൂടെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവർ കമ്പനി ആയിട്ടോ, കുഴപ്പമൊന്നുമില്ല, ഇവർ നല്ല സെറ്റായി. പിന്നെ എൻ്റെ കണ്ണനും കൂടെ ഉണ്ടായിരുന്നു. അവൻ പിന്നെ അജോ ആൻഡ് അനന്തു ടീം ആ ഒരു ടീമിൻ്റെ കൂടെ പോയിരുന്നു. അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ കൂടെ തന്നെയായിരുന്നു കണ്ണുണ്ടായിരുന്നത്. പിന്നെ ഞാനും എമിയും അഫിയും പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തിരിക്കുന്ന ദീപക്കാണ്. ദീപക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒക്കെ പറഞ്ഞ് എമീൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഐറ്റം എന്ന് പറയുന്നത് ഒരു പറച്ചിലാണ്. അപ്പോൾ അങ്ങനെ അത് രസമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ അടുത്ത് ദീപക് വന്നിരുന്നുണ്ടായിരുന്നു. ദീപക് ഞാൻ ഏകദേശം ഒരേ കളർ ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ടോ, ഒരേ പോലത്തെ ഡ്രസ്സാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോസ് ചെയ്തതാണ്. പിന്നെ എമി കാഴ്ചകളൊക്കെ കാണുകയാണ്. കണ്ണൻ പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നതേ ഇല്ല കേട്ടോ. അവന് പിന്നെ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അവൻ്റെ വൈബിനെ പറ്റി ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കോളും. അവനിപ്പോൾ ഒരു യാത്ര കൊണ്ടുപോവുകയാണെങ്കിലും കണ്ണനെ കൊണ്ട് എനിക്ക് അധികം ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കോഫിക്കാരൻ വന്നത്. കോഫിക്കാരനോട് കാര്യങ്ങൾ അപ്പോൾ അവർ എല്ലാവർക്കും കോഫി വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാവർക്കും ഒരു കോഫി വാങ്ങി കൊടുത്തു കേട്ടോ. ഒരു 10 കോഫി വാങ്ങിയിട്ടുണ്ടാവും. എല്ലാവർക്കും നല്ല രസമായിരുന്നു. നമ്മൾ എന്താ പറയുക കുറേ സംസാരിച്ച് വായിൽ വെള്ളമൊക്കെ വറ്റിയതാണല്ലോ, എന്നാൽ പിന്നെ ഒരു ചായ കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കോഫിയൊക്കെ വാങ്ങി കുടിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഏകദേശം തലശ്ശേരി എത്താനായിന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളതിൻ്റെ ഇടയിൽ റീല് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് ട്രെയിൻ തലശ്ശേരി എത്തിയിട്ടോ. റീല് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോഴേക്ക് സംഭവം തലശ്ശേരി എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രെയിനിൽ നിന്ന് ഞങ്ങൾക്കൊരു റീൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ ആരോ ഒരാൾ കമൻറ്റ് പറഞ്ഞതിൻ്റെ ഇടയിൽ ഒരിക്കലും കണ്ടാൽ പറയില്ല നാച്ചുറലാണെന്ന്, നാച്ചുറൽ അല്ല എന്ന് ഒരിക്കലും കണ്ടാൽ പറയില്ലാന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ രമേശ് പറയണ്ടായിരുന്നു എനിക്കും വേണമൊരു വീഡിയോ ഈ എടുത്ത് തരണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ എല്ലാവരുടെ ആഗ്രഹം പോലെ രമേശിക്കും ജിഷേച്ചിക്കും ഒക്കെ വീഡിയോ എടുത്തു കൊടുക്കൽ തന്നെയായിരുന്നു എനിക്ക് പണി ഉണ്ടായിരുന്നത്. എല്ലാവർക്കും എടുത്തു കൊടുത്തു കേട്ടോ കുറേയൊക്കെ. ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ച് നല്ല വൈബായിട്ടാണ് പോണത്. എന്താ പറയുക നമുക്ക് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വൈബിലുള്ള ആൾക്കാരെ കൂടെ കൂടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. എത്ര സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടെങ്കിലും അതെല്ലാം മറികടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതാണല്ലോ. ഈ ഒരു യാത്ര കൊണ്ട് ഒരുപാട് മെമ്മറീസ് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ ലൈഫിൽ എന്ന് പറയുമ്പോൾ. ഇത്തരം ഓർമ്മകൾക്കൊക്കെ തന്നെയല്ലേ പ്രാധാന്യമുള്ളൂ. അല്ലാതെ ഒരുപാട് നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ആയിട്ട് നടന്നിട്ട് എന്താ കാര്യം? എൻജോയ് ചെയ്യണം നമ്മളുള്ള സമയത്ത്. അപ്പോൾ നമ്മൾ തലശ്ശേരി എത്തുകയാണ്. തലശ്ശേരി സ്റ്റേഷൻ എത്തിയിട്ട് നമ്മളവിടെ ട്രെയിൻ ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ച് വരുമ്പോൾ അത് കാണേണ്ടത് തന്നെയായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ് ട്രെയിനിൽ നിന്നതില്ല, ഒരു വിരലിൽ വേണം നിന്നിട്ട് വന്നെന്ന് വേണം പറയാൻ. അത്രയും തിരക്കായിരുന്നു. നമ്മൾ അവിടെ ഇറങ്ങി എല്ലാവരും കൂടെ ഒരു സെൽഫി എടുത്തു. കാരണം പക്ഷേ ആ സെൽഫിയിൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അതിലുണ്ട്, പക്ഷെ എന്നെ കാണാത്തതുകൊണ്ടാണ്. എൻ്റെ കൈ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങി കണ്ണനെ കൂടെ കൂട്ടിയപ്പോൾ കണ്ണൻ എന്തോ അവന് ആൺകുട്ടികളെ കൂടെ പോയാൽ മതിയില്ലെന്നുള്ളൊരു ചിന്ത കേട്ടോ. അവനതാ പോകും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനും പിന്നെ സുമിയുടെ മോളും കൂടെ അങ്ങനെ നടന്നു. പുറത്തെത്തിയപ്പോൾ എല്ലാവരും ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ എല്ലാവരും നല്ലോണം സംസാരിക്കുന്നുണ്ട്, വർത്താനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ തലശ്ശേരി ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് എന്താ സംഭവം സ്ഥലം എന്നൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാനുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പം എല്ലാവരും നടന്ന് വരികയാണ്. വഹാബ് ചിലപ്പോൾ ഞെട്ടിയിട്ടുണ്ടാവും, ഇത്രയും ആൾക്കാരോ. ഞാൻ ഒരു കല്യാണം വിളിച്ചപ്പോഴേക്ക് ഇത്രയും ആൾക്കാരോ. ആദ്യം ഞങ്ങൾ പ്ലാൻ ഇട്ടത് ഒരു ബസ് വിളിച്ച് പോകണമെന്നായിരുന്നു. പിന്നെ എക്സ്പെൻസ് കുറച്ച് കൂടുന്നു പേടിച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു പ്ലാനിങ് ഒഴിവാക്കിയത്. പിന്നെ ട്രെയിൻ യാത്ര അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളത് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ കയറിയിട്ട് പോവുകയാണ്. ഓട്ടോ കയറിയൊരു കഥ പറയാനുണ്ട്. കാരണം
ഇവരെല്ലാവരും ഓട്ടോയിൽ കയറ്റി വിട്ട് ഞങ്ങളൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഓട്ടോക്കാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. കാരണം ഞങ്ങൾ സ്ഥലം ചോദിച്ചപ്പോൾ ഇയാൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഓട്ടോയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓട്ടോയിൽ കയറി ഇയാൾ എന്ത് ചെയ്തു, ഒരു ഓഡിറ്റോറിയത്തിന് മുന്നിൽ, ഇവിടെയാണ് ആ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഓഡിറ്റോറിയത്തിന് മുന്നിൽ അവിടെ കൊണ്ടുപോയി ഇറക്കി. പക്ഷേ ഓഡിറ്റോറിയത്തിലല്ല, വീട്ടിലാണ് കല്യാണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പോലും അയാൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കണ്ടോ, ഇതൊരു ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയത്തിന് മുന്നിൽ ഞങ്ങളെ ഇറക്കിയിട്ടിട്ട് അയാൾ പോയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആകെ വഴി തെറ്റി എന്നുള്ള, റൂട്ട് മാപ്പാണെങ്കിൽ കറക്റ്റ് ആവണമില്ല. പിന്നെ ഒരു ഓട്ടോക്കാരനോട് ഞങ്ങൾ ചോദിച്ചു, ഇവിടെ ഒരു കല്യാണം ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ഓട്ടോക്കാരനാണ് ഞങ്ങളവിടെ കൊണ്ടുവന്ന് ഇറക്കി തന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി വഹാബിൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെല്ലുമ്പോൾ തന്നെ. നല്ല രസമായിരുന്നു. വഹാബ് നല്ല അടിപൊളി ലുക്കിലാണ് ഉണ്ടായിരുന്നത്. ഒരു റോയൽ ലുക്കിലൊക്കെ ആയിരുന്നു വഹാബ് ഉണ്ടായിരുന്നത് കേട്ടോ. കയറിയപ്പോൾ തന്നെ നമുക്കൊരു കുടിക്കാൻ വേണ്ടിയിട്ടൊരു വെള്ളം തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ണൻ എത്രയോ ഗ്ലാസ് വാങ്ങി കഴിച്ചിട്ടുണ്ട്. 1, 2, 3 നാവോ അവന് തന്നെയായിരുന്നു പരിപാടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് അതന്നെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു കണ്ണൻ എനിക്കും ഒരു ഗ്ലാസ് എടുത്ത് തന്നു കേട്ടോ. സ്നേഹമുള്ള കുട്ടിയാണ് എൻ്റെ മോൻ. അപ്പോൾ അതാ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കണം, ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ. ഇതാണ് വർഷേച്ചി എന്ന് പറയുന്നത്. വർഷേച്ചി ഉണ്ടായിരുന്നു. വർഷേച്ചി ഒന്നും അധികം അങ്ങോട്ട് പെട്ടുണ്ടായിരുന്നില്ല, കാരണം കോഴിക്കോട് നിന്നാണ് വർഷേച്ചി കയറിയത്. അപ്പോഴേക്കും നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിനീഷേട്ടനാണ് കേട്ടോ അത്. പിന്നെ നമ്മളവിടെ എത്തി. പിന്നെ വഹാബിനെ കണ്ടില്ലല്ലോ എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് വഹാബ് വരുന്നത്. അതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. ഈ ഒരു ലുക്കായിരുന്നു വഹാബിനുണ്ടായിരുന്നത്. ഞങ്ങളെ കണ്ടപ്പോൾ വല്ലാത്തൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു കുഞ്ഞു ഗിഫ്റ്റ് വഹാബിന് ആദ്യം തന്നെ കൊടുത്തു. അവരുടെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ എമിയാണ് കേട്ടോ മുന്നിൽ നിന്നിട്ട് യോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്, അഫിയുടെ മോള്. ഇതാണ് ഇത് അവർ അയച്ചെന്നുണ്ടായിരുന്നൊരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടൊരു ഫോട്ടോ എടുത്തു. പക്ഷെ എല്ലാവരും ഇതിൽ പെടുത്താൻ പറ്റിയില്ല കേട്ടോ. നല്ലൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങളുടെ സെക്ഷൻ എന്താ വെച്ചാൽ സെൽഫി സെക്ഷൻ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ വഹാബിൻ്റെ കൂടെ പോയിരുന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. പിന്നെ അതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എവിടെ ചെന്നാലും പെണ്ണുങ്ങൾക്കൊരു മേക്കപ്പ് സെക്ഷൻ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ലക്ഷ്യവും അതന്നെയായിരുന്നു. ഒന്ന് ഒരുങ്ങണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ഞങ്ങൾ ആ വീടിൻ്റെ മുകളിൽ തട്ട് നോക്കി പിടിച്ച് പോവുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി എല്ലാവരും ഒന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാണ്, ഫ്രഷ് ആണ്ട് ഫേസൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. നമ്മൾ അനു സുന്ദരിയും സുമുഖയുമായ സർവോപരി സൽഗുണ സമ്പന്നയുമായ അനശ്വരയാണ് ഇട്ടത്. അപ്പോൾ എമിയൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എമി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണും ചെയ്യാം, അവൻ്റെ വീടൊന്ന് കാണും ചെയ്യാം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. കയറി നമ്മളെന്താ പറയുക, എല്ലാവരും ഒന്ന് റെഡിയായി സെറ്റായി. ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാവരും കൂടെ ആ ഒരു കണ്ണാടിയിൽ വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ കണ്ടൊരു സംഭവമാണിത്. മുട്ടിപ്പാട്ട് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇതിന് നല്ല അടിപൊളിയാണ്. എല്ലാവരും കൂടെ കൂടിയിട്ട് മുട്ടിപ്പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണ വീട്ടിൽ ഇതിങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല രസമായിരുന്നു, വൈബായിരുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡാണ് കേട്ടോ. ഫുഡ് നല്ല ബിരിയാണി, ബീഫ് ഫ്രൈയും, പിന്നെന്താ പറയുക, പിന്നെ വേറൊരു ഐറ്റം ഉണ്ട്. എന്താ അതിൻ്റെ പേര്, അൽസയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. എനിക്ക് കറക്റ്റ് അതിൻ്റെ പേര് അറിയില്ല, അൽസ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് വിളമ്പിയപ്പോൾ ചേച്ചി പറഞ്ഞു, ഫുഡ് വിളമ്പി തന്നെ ആളും പെടണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പെടുത്താമെന്ന് പറഞ്ഞു കേട്ടോ. അവർ നല്ല ടോക്കറ്റീവ് ആയിരുന്നു കേട്ടോ, രണ്ടുപേരും നല്ല കമ്പനി. ഞാൻ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അവരുടെ അടുത്ത്. അങ്ങനെ അവർ എല്ലായിടത്തും വന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
അങ്ങനെ തലശ്ശേരി ബിരിയാണി കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. എങ്ങനെയാണ് തലശ്ശേരി ബിരിയാണി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, ആദ്യമായിട്ടല്ലേ തലശ്ശേരിയിൽ വന്നിട്ട് കഴിക്കുന്നത്. അപ്പോൾ സത്യം പറയാലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ആ ഒരു ടേസ്റ്റ് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊതുവേ ഞാനൊരു എന്താ പറയുക, ഫുഡിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്തിനും ഒരു ടേസ്റ്റ് തോന്നും, അത് സ്വാഭാവികം. പക്ഷേ ബിരിയാണി അത്ര മോശമൊന്നും പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ദാഫിയുടെ ഉമ്മയാണ് ഇതിൻ്റെ പേര് എനിക്ക് പറഞ്ഞത്, അൽസാന്നോ പഞ്ചസാര ഇട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കതിൻ്റെ കറക്റ്റ് പേര് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ മുട്ടിപ്പാട്ട് ഒന്നും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് പോയി. മുട്ടിപ്പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അവിടെ നിന്ന് തുള്ളണമെന്ന് തോന്നും കേട്ടോ. അത്ര വൈബായിരുന്നു. ആ ഒരു താളവും കൊട്ടും ഒക്കെ കേൾക്കുമ്പോൾ ഒന്നിട്ട് കളിച്ചാലോ നമുക്ക് തോന്നും. അങ്ങനെ നല്ല അതിഗംഭീരമായിട്ട് അവർ പാടി കളിക്കുന്ന ഒരുപാട് പേര് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അവരുടെ ആ ഒരു പാട്ട്. ഇതിൻ്റെ ഒരു റീല് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇതൊരു ചടങ്ങാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെന്താ, നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ ഫാനിൻ്റെ മുന്നിലൊക്കെ പോയി നിന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അബ്ബാടെ ചൂട് സഹിക്കാൻ പറ്റില്ല. പിന്നെ ബിരിയാണിയും കൂടെ കഴിച്ചപ്പോൾ നമുക്കൊരു വിങ്ങലുണ്ടാവില്ല. പിന്നെ പോരാത്തതിന് കുറച്ചൊരു ചൂടുള്ള ഒരു ഐറ്റം ഡ്രസ്സും കൂടെ ആയിരുന്നു ഉണ്ടത്. അപ്പോൾ ഞാൻ അവിടെ പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ടു. പിന്നെ ഇതാ നമ്മുടെ ബോയ്സാണ്, അവർ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള റെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും പെട്ടിട്ടുണ്ട്, ഇതിൽ ആരും പെടാണ്ടിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി കുറേ സെൽഫികൾ എടുത്തു. ഇതാണ് ഞങ്ങളുടെ റീലാണ് കേട്ടോ. ഇതിലൊരു കമൻറ്റ് വന്നതാണ്, എല്ലാവർക്കും നല്ല ടൈമിംഗ് ആയതുകൊണ്ട് നല്ല രസമുണ്ട്, റീൽ ടൈം ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും കളിക്കണം എന്നൊരാഗ്രഹം, എന്നാൽ പിന്നെ നടക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ളതല്ലേ, പെർഫെക്ഷൻ നമുക്ക് ആവശ്യമില്ല. എങ്ങനെയായാലും നമ്മൾ കളിക്കൂലേ, നമുക്ക് പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കല്യാണമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു പോരുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോണത് തലശ്ശേരി ഫോർട്ടിലേക്കാണ് കേട്ടോ. തലശ്ശേരി കോട്ടയം കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ച് എല്ലാവരും കൂടെ തലശ്ശേരി കോട്ടയിലേക്ക് പോയി. കുറച്ച് കുട്ടികൾ വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ട് ബീച്ചിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബോയ്സ് അവരുടേതായിട്ടുള്ള ഒരു രീതിക്ക് അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയതിന് ശേഷം ഇതാണ് തലശ്ശേരി ഫോർട്ടിലേക്ക് ആ ഒരു എൻട്രി എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. ആ ഒരു ഭാഗം ഇതാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എത്തിയപ്പോൾ നല്ലൊരു അതെന്താ പറയുക, പഴയ കാര്യങ്ങൾ, പഴയ കാലത്തുള്ള ഇതൊക്കെ കാണുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടാവുമല്ലോ നമുക്ക്. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇവിടെ നിന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു രോമാഞ്ചം. ആ ഒരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും നടന്നു വരികയാണ്. ഒരുവിധം എല്ലാവരും ക്ഷീണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് നല്ല ചൂടായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെയുള്ള ഈ ഓരോ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചിക്കേഷൻ വരാനുണ്ട് കേട്ടോ അവിടെ നിന്ന്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ വെയിലായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു ആ ഒരു സമയത്ത്. ആ വെയിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതിൽ കണ്ട് വരാമായിരുന്നു കേട്ടോ. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല തലവേദനയായിരുന്നു പിറ്റേന്ന് എല്ലാവർക്കും. അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മുകളിൽ നിന്ന് അർജുനാണ് എടുത്തുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് അർജുൻ എനിക്കൊരു റീലൊക്കെ സെറ്റാക്കി തന്നു. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയോ എന്തിനു വേറൊരു സൂര്യോദയം. പിന്നെ ഞങ്ങൾ അതിൻ്റെ അവിടുന്ന് നല്ല ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങളതായിട്ടുള്ള റീലുകൾ ഒക്കെ ചെയ്തു കേട്ടോ.
പിന്നെ ഇതാണ് ദീപക്കിനൊരാഗ്രഹം ഞങ്ങളുടെ ഒരു ഡാൻസ് കളിച്ചിട്ട് യൂട്യൂബിൽ വരണം എന്നുള്ളത്. എല്ലാവരുടെ ആഗ്രഹവും സാധിക്കലാണല്ലോ നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കങ്ങനെ ആരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാവരും നമ്മൾ പരിഗണിക്കും. അപ്പോൾ ദീപക്കിനൊരു സന്തോഷമായിരുന്നു. നമുക്ക് അവൻ്റെ മുഖത്തൊരു ചിരി കണ്ട ആ ഒരു ചിരിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി തന്നത്. പിന്നെ ഇത് അനുവിന് വേണ്ട റീൽസും കാര്യങ്ങളൊക്കെ അനുവിൻ്റേതായിട്ടുള്ള രീതിയിൽ അതൊക്കെ അർജുനായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ എമിയും അഫി. ആ ഒരു സന്തോഷം കണ്ടോ, ഒരു അമ്മയും മകളും തമ്മിലുള്ള സന്തോഷത്തിൻ്റെ ഒരു പീക്ക് ലെവലാണ് കേട്ടോ കാണുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം മനസ്സിന് നമുക്ക് കിട്ടാണ്ട്. കാരണം മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ കേട്ടോ. നല്ല രസമായിരുന്നു ഞങ്ങളുടെ ഒരു യാത്ര എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സുമി കേട്ടോ. പിന്നെ അത് വർഷേച്ചി എല്ലാവരുടെ കൂടെ. പിന്നെ അവിടെ നിന്ന് നമ്മളെല്ലാവരും ഒരു ഫോട്ടോ സെക്ഷൻ തന്നെയായിരുന്നു. എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരണ ഈശ്വര. അപ്പോഴേക്കും ഞങ്ങളെ കോലൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആകെ കറുത്ത് കരിവാളിച്ച്, ഓൾറെഡി ഞാൻ കറുത്തിട്ടാണ് ആ വെയിലൊക്കെ കൊണ്ട് ആകെ കരിവാളിച്ച് ഞങ്ങൾ സ്റ്റേഷനിൽ വന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ, തലശ്ശേരി സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾ പോരുമ്പോഴുള്ള അവസ്ഥയാണിത്. ഒന്ന് നോക്കൂ ഗൈസ്, ശ്വാസം വിടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എത്ര 1.5 മണിക്കൂറാണോ 2 മണിക്കൂറാണോന്ന് അറിയില്ല. തിരിച്ചു പോരുമ്പോൾ ഞങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പക്ഷെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇവിടെ എത്തിയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സംഭവം കുറച്ചൊരു തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊരു വല്ലാത്ത യാത്ര തന്നെയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത്ര നല്ല യാത്രയായിരുന്നു. അപ്പോൾ അത് നമ്മളെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇറങ്ങിയപ്പോൾ ഒരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതുപോലൊരു യാത്ര ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്, യു ആർ ഗ്രേറ്റ് സപ്പോർട്ട്. ബൈ.